ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിനെതിരെ വീണ്ടും മർദ്ദന പരാതി. 2022 മധുബാബു തൊടുപുഴ ഡിവൈഎസ്പി ആയിരിക്കെ ഹൃദ്രോഗിയായ വ്യക്തിയെ ആക്രമിച്ചെന്നാണ് കേസ്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാതെ വന്നതിനെ തുടർന്ന് പരാതിക്കാരനായ തൊടുപുഴ സ്വദേശി മുരളീധരൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. 2022 ഡിസംബറിലാണ് തൊടുപുഴ ഡിവൈഎസ്പി ആയിരുന്ന മധുബാബു മലങ്കര സ്വദേശിയായ മുരളീധരനെ മർദ്ദിച്ചത്. തൊടുപുഴ SNDP യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ വനിതാ നേതാവിനെതിരെ സമൂഹമാധ്യമത്തിൽ മോശമായ രീതിയിൽ പ്രചരണം നടത്തിയതിനെതിരെ നേതാക്കൾ മുരളീധരനെതിരെ പരാതി നൽകിയിരുന്നു. ഈ കേസിലാണ് മുരളീധരനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയത്. കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടെ തൊടുപുഴ ഡിവൈഎസ്പി വയർലെസ് സെറ്റ് എടുത്തെറിയുകയും മുഖത്തടിക്കുകയും ബൂട്ടിട്ട് നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തെന്നാണ് മുരളീധരന്റെ പരാതി. ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു പ്രശ്നവും ചെയ്തിട്ടില്ല, എനിക്കറിയില്ല സാറേ, ഇത് ഇവര് ഉണ്ടാക്കി പറയുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം വളരെ സുഖിതനായിട്ട് ചാടി എണീറ്റ് അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന വയർലെസ് എന്റെ നെഞ്ചത്തേക്ക് വലിച്ചെറിയുകയും അത് കഴിഞ്ഞ് ഞാൻ ആ കസേര സഹിതം വീണു. ഇദ്ദേഹം വീണ്ടും ഏറ്റുവന്ന് എന്റെ നെഞ്ചത്ത് ഷൂ ഇട്ട് ചവിട്ടുകയാണ് ഉണ്ടായത്. മർദ്ദനത്തെ തുടർന്ന് മുരളീധരൻ ആശുപത്രിയിലെത്തിയെങ്കിലും മധുബാബു ഇടപെട്ട് ചികിത്സ തുടരാൻ അനുവദിച്ചില്ലെന്നും ആരോപണമുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയാണ് മുരളീധരൻ തുടർ ചികിത്സ നടത്തിയത്. മധുബാബുവിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. തുടർന്ന് മുരളീധരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. കേസ് തീർപ്പാക്കാൻ ഉന്നതർ മുഖാന്തരം മധുബാബു ഇടപെടൽ നടത്തിയെന്നും മുരളീധരൻ പറയുന്നു. കേസിൽ നീതി വേണമെന്നാണ് മുരളീധരന്റെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.